ഇന്ത്യയിലെ മൺസൂൺ സ്റ്റോക്കുകളിൽ നിന്ന് എങ്ങനെ പണമുണ്ടാക്കാം? എല്ലാ കൊല്ലവും മൺസൂൺ സീസൺ വരുമ്പോൾ മൺസൂൺ സ്റ്റോക്കുകളെ പറ്റി നിങ്ങൾ കേൾക്കാറുണ്ടല്ലോ. ഇൻവെസ്റ്റേഴ്സിന് പൊതുവെ പറ്റുന്ന ഒരു തെറ്റ്, ഒന്നുകിൽ അവർ വളരെ വലിയ പ്രൈസിൽ നിൽക്കുന്ന സ്റ്റോക്കുകളിൽ പോയി ഇൻവെസ്റ്റ് ചെയ്യും, അല്ലെങ്കിൽ ഏതൊരു മോശം പ്രഡിക്ഷൻ കേട്ട് പേടിച്ച് കയ്യിലുള്ളതെല്ലാം സെല്ല് ചെയ്യും. സത്യം പറഞ്ഞാൽ മിക്ക ഇൻവെസ്റ്റേഴ്സിനും ഈ കാര്യത്തിൽ കംപ്ലീറ്റ് ആയിട്ട് ഒരു ക്ലാരിറ്റി ഇല്ല എന്ന് തന്നെ വേണം പറയാൻ. പക്ഷെ നിങ്ങൾക്ക് അത് വെറുതെ ഗസ് ചെയ്യേണ്ട ഒരു സാഹചര്യമല്ല. നല്ല രീതിയിലുള്ള ഒരു പ്ലാനിങ്ങോട് കൂടി ചെയ്യാൻ കഴിഞ്ഞാലോ, മഴ നല്ലതായാലും മോശമായാലും നോർമൽ ആയാലും മൺസൂണിൽ നിന്ന് പ്രോഫിറ്റ് ഉണ്ടാക്കാൻ നിങ്ങൾക്ക് ഒരു സിമ്പിൾ ഫ്രെയിം വർക്ക് ഉണ്ടായിരുന്നെങ്കിൽ എന്ന് നിങ്ങൾ ആലോചിച്ചു. അപ്പോൾ അടുത്ത കുറച്ച് മിനിറ്റുകൾക്കുള്ളിൽ ഈ ഒരു സീസൺ ട്രെൻഡിൽ നിന്ന് പ്രോഫിറ്റ് ഉണ്ടാക്കുന്ന സിമ്പിൾ സ്ട്രാറ്റജിയാണ് ഞാൻ പറഞ്ഞു തരാൻ പോകുന്നത്. മഴ എങ്ങനെയായിരുന്നാലും അതിന് റെഡി ആയിട്ടുള്ള ഒരു പോർട്ട്ഫോളിയോ എങ്ങനെ ബിൽഡ് ചെയ്യാം എന്നാണ് നമ്മൾ ഇവിടെ മനസ്സിലാക്കുന്നത്. കൂടെ മഴയുടെ അളവ് എത്രയായാലും നന്നായിട്ട് പെർഫോം ചെയ്യാൻ സാധ്യതയുള്ള 3 സ്റ്റോക്കുകൾ ഞാൻ റിവീൽ ചെയ്യുകയും ചെയ്യും. പ്രധാന ആശയം എന്തുകൊണ്ട് മൺസൂൺ ഇത്ര പ്രധാനപ്പെട്ടതാകുന്നു എന്നുള്ളതാണ്. വെൽക്കം ടു ദ ഐ ഓപ്പണർ വീഡിയോ ഓഫ് ധനം സ്മാർട്ട് സേവിങ്സ് ആൻഡ് ഇൻവെസ്റ്റ്മെന്റ് സൊല്യൂഷൻസ്. അപ്പോൾ ഈ ഹിഡൻ ഓപ്പർച്യൂണിറ്റീസ് നമ്മൾ എങ്ങനെയാണ് കണ്ടെത്തുന്നത്? ആദ്യം നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇന്ത്യൻ എക്കണോമിയിൽ മൺസൂൺ എത്രത്തോളം ഇമ്പോർട്ടന്റ് ആണ് എന്നുള്ളതാണ്. ജൂൺ മുതൽ സെപ്റ്റംബർ വരെ സൗത്ത് വെസ്റ്റ് മൺസൂൺ ഇന്ത്യയുടെ വാർഷിക മഴയുടെ ഏകദേശം 70 to 75% കോൺട്രിബ്യൂട്ട് ചെയ്യുന്നുണ്ട്. ഇത് നമ്മുടെ അഗ്രികൾച്ചറൽ സെക്ടറിന്റെ ലൈഫ് ലൈൻ ആണ്. ഇവിടെ ഒരു കീ പോയിന്റ് ഉണ്ട്. ഇന്ത്യയിലെ വർക്ക് ഫോഴ്സിന്റെ ഏകദേശം 45% ഇപ്പോഴും അഗ്രികൾച്ചറിലാണ് കോൺസെൻട്രേറ്റ് ചെയ്യുന്നത്. ഈ നമ്പർ പതുക്കെ കുറഞ്ഞു വരികയാണ്. നമ്മുടെ ജനസംഖ്യയുടെ വലിയൊരു ഭാഗത്തിന്റെ വരുമാനം ഡയറക്റ്റ് ആയിട്ട് വിളവെടുപ്പുമായിട്ട് കണക്റ്റഡ് ആണ് എന്നാണ് ഞാൻ ഇൻഡയറക്റ്റ് ആയിട്ട് പറഞ്ഞു വരുന്നത്. ഒരു സിമ്പിൾ എക്സാമ്പിൾ വെച്ച് ഇതിനെപ്പറ്റി നമ്മൾ മനസ്സിലാക്കുകയാണെങ്കിൽ, കറക്റ്റ് ടൈമിൽ നല്ല പോലെ ക്രോപ്പ് കിട്ടും. മഴ കിട്ടുമ്പോൾ പ്രൊഡക്ഷൻ കൂടും. കൂടുതൽ വെള്ളം കിട്ടുന്നത് നെല്ല്, പരുത്തി, പയറുവർഗ്ഗങ്ങൾ ഇവയൊക്കെ പോലെയുള്ള വിളകളുടെ വിതയ്ക്കലിനും വിളവെടുപ്പിനുമൊക്കെ കാര്യമായിട്ടുള്ള ഒരു കാരണമായി. രണ്ടാമത്തെ കാര്യം, കർഷകരുടെ വരുമാനം കൂടും എന്നുള്ളതാണ്. നല്ല വിളവ് കിട്ടുമ്പോൾ കർഷകർക്ക് കൂടുതൽ പണം കിട്ടും. നമ്മൾ സംസാരിക്കുന്നത് റൂറൽ എക്കണോമിയിലേക്ക് വലിയ ക്യാഷ് ഫ്ലോ വരുന്നതിനെ കുറിച്ചാണ്. ഇൻവെസ്റ്റേഴ്സ് എന്ന നിലയിൽ നമുക്ക് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള മൂന്നാമത്തെ കാര്യം, റൂറൽ കൺസംപ്ഷൻ കൂടും എന്നുള്ളതാണ്. കയ്യിൽ കാശ് വരുമ്പോൾ കൺസംപ്ഷൻ കൂടും. മോട്ടോർ സൈക്കിൾ വാങ്ങും, വീടുകൾ പെയിന്റ് അടിക്കും, അതുപോലെ തന്നെ ഡ്രസ്സ് വാങ്ങും, ബ്രാൻഡഡ് കൺസ്യൂമർ പ്രോഡക്റ്റുകളൊക്കെ വാങ്ങും. ഇങ്ങനെ ഡയറക്റ്റ് ആയിട്ട് നാലാമത്തെ ആ ഒരു ലെവലിലേക്ക് നമ്മൾ എത്തുകയാണ്. കമ്പനികളുടെ പ്രോഫിറ്റ് കൂടും. ട്രാക്ടർ മുതൽ ടൂത്ത് പേസ്റ്റ് വരെ വിൽക്കുന്ന കമ്പനികളുടെ സെയിൽസും പ്രോഫിറ്റും കൂടും. ഇതൊരു നല്ല മൺസൂണിന്റെ സിമ്പിളും പവർഫുള്ളുമായിട്ടുള്ള ഒരു ഹിസ്റ്റോറിക്കൽ സ്റ്റോറി ആയിട്ട് കണക്റ്റഡ് ആയിട്ട് നമുക്ക് പറഞ്ഞു തരികയാണ്. പക്ഷെ മൺസൂൺ വീക്ക് ആയാൽ നമ്മൾ ഈ പറഞ്ഞ ആ ഒരു സിറ്റുവേഷൻസ് ഒക്കെ മാറി മറിയും. വരുമാനം കുറയാനും ചെലവ് കുറയാനും എക്കണോമിയെ മൊത്തത്തിൽ പിന്നോട്ട് വലിക്കാനും ഒക്കെ ഇത് കാരണമായേക്കും. അപ്പോ ഇതൊക്കെ മനസ്സിലാക്കുന്നിടത്താണ് യഥാർത്ഥ പ്രോഫിറ്റ് ഉണ്ടാക്കുന്ന ആ ഒരു കീ ഇരിക്കുന്നത്. അപ്പൊ നമ്മളുടെ ആ ഒരു സ്ട്രാറ്റജി എന്താണ് എന്ന് നമുക്ക് മനസ്സിലാക്കാം. നല്ല മൺസൂണിൽ മാത്രം നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുകയല്ല, ഏതുതരം മൺസൂണിലും റെഡി ആയിരിക്കുക എന്നുള്ളതാണ് നമ്മളുടെ ഒരു കീ. ഇന്ത്യൻ മെറ്റീരിയോളജിക്കൽ ഡിപ്പാർട്ട്മെന്റ് IMD പോലെയുള്ള ഏജൻസികളുടെ വെതർ ഫോർകാസ്റ്റ് ഇപ്പോൾ കൂടുതൽ ആക്യുറേറ്റ് ആയി വരുന്നുണ്ട്. പക്ഷെ അതൊന്നും ഗ്യാരണ്ടി അല്ല. അവർ ലോങ് പീരീഡ് ആവറേജ് അഥവാ LPയുടെ പെർസെന്റേജിലും പ്രോബിലിറ്റിയിലുമാണ് സംസാരിക്കുക. നോർമൽ മൺസൂൺ എന്ന് പറയുന്നത് ആവറേജിന്റെ 96-നും 104-നും ഇടയിൽ മഴ കിട്ടുന്നതിനെയാണ്. ചരിത്രപരമായിട്ട് വീക്ക് മൺസൂണുമായിട്ട് ബന്ധപ്പെട്ടുള്ള എൽനിനോ പോലെയുള്ള കോംപ്ലക്സ് വെതർ പാറ്റേൺസ് ഈ പ്രഡിക്ഷനെ ബാധിച്ചേക്കാം. പക്ഷെ എപ്പോഴും ഒരു അൺസർട്ടനിറ്റി എന്ന ഫാക്ടർ ഉള്ളതുകൊണ്ട് നമ്മുടെ സ്ട്രാറ്റജി ഒരു ഫോർകാസ്റ്റിനെ ബ്ലൈൻഡ് ആയിട്ട് ഫോളോ ചെയ്യുന്നില്ല. ഒരു ബാലൻസ്ഡ് പോർട്ട്ഫോളിയോയെ പറ്റിയാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ഒരു വീക്ക് മൺസൂണിലും നല്ല മൺസൂണിലും വിന്നേഴ്സ് ആകാൻ സാധ്യതയുള്ള സെക്ടേഴ്സിനെ നമുക്ക് ഐഡന്റിഫൈ ചെയ്യാം. വീക്ക് മൺസൂൺ വിന്നേഴ്സ് ഏതൊക്കെയാണ്? നോർമലിനേക്കാൾ കുറഞ്ഞ മഴ ലഭിക്കുമ്പോൾ ചില സെക്ടേഴ്സിനെ സർപ്രൈസിംഗ് ആയിട്ട് ബെനിഫിറ്റ് കിട്ടും. ഒന്നാമതായിട്ട് പവർ കമ്പനീസ്. വീക്ക് മൺസൂൺ എന്ന് പറഞ്ഞാൽ പലപ്പോഴും ഹൈഡ്രോ ഇലക്ട്രിക് ഡാമുകൾ ഫുൾ ആവുന്നില്ല. രാജ്യത്തെ കൽക്കരി ഉപയോഗിക്കുന്ന തെർമൽ പവർ പ്ലാന്റുകളെ കൂടുതൽ ഡിപ്പെൻഡ് ചെയ്യാൻ നിർബന്ധിതരാക്കും. അതുകൊണ്ട് തന്നെ NTPC അല്ലെങ്കിൽ പ്രൈവറ്റ് പവർ പ്രൊഡ്യൂസേഴ്സ് പോലെയുള്ള കമ്പനികൾക്ക് ഡിമാൻഡ് കൂടുന്നത് കാണാം. അതിനു പുറമെ വളരെ ഡ്രൈ ആയിട്ടുള്ള കാലാവസ്ഥ, AC, ഫാൻ ഇവയുടെയൊക്കെ യൂസേജ് കൂട്ടുകയും പവർ കൺസംഷൻസ് വീണ്ടും കൂടുകയും ചെയ്യും. രണ്ടാമതായിട്ട് ഇറിഗേഷൻസ് ആൻഡ് പമ്പ് സെറ്റ്. ചിന്തിക്കുക, പ്രത്യേകിച്ച് മഴ വരുന്നില്ലെങ്കിൽ കർഷകർക്ക് ഇറിഗേഷൻസിലും പമ്പ് സെറ്റുകളുടെ ഓപ്പറേഷൻസിലും ഒക്കെ കൂടുതൽ റിക്വയർമെന്റ് ഉണ്ടാകും. ഈ ഒരു സെക്ടറിലെ കമ്പനികൾക്ക് ഡ്രൈ സീസണിൽ നല്ല സെയിൽസ് കിട്ടുകയും ചെയ്യും. മൂന്നാമത്തേത് കുറച്ച് സർപ്രൈസിംഗ് ആണ്, സിമന്റ് സെക്ടർ. വീക്ക് അല്ലെങ്കിൽ വൈകി വരുന്ന മൺസൂൺ എന്ന് വെച്ചാൽ കുറച്ച് മഴയുള്ള ദിവസങ്ങൾ മാത്രമേ ഉണ്ടാവൂ എന്നുള്ളതാണ് അർത്ഥം. കൺസ്ട്രക്ഷൻ ഇൻഡസ്ട്രിയെ സംബന്ധിച്ചിടത്തോളം ഇതിനർത്ഥം തടസ്സമില്ലാതെ കൂടുതൽ വർക്കിംഗ് ഉണ്ടാവും, കൂടുതൽ കൺസ്ട്രക്ഷനും വേഗത്തിൽ മുന്നോട്ട് നീങ്ങും. അത്തരത്തിലുള്ള കമ്പനികൾക്ക് ബെനിഫിറ്റ് ഉണ്ടായേക്കാം. രണ്ടാമത്തെ കേസ്, നല്ല മൺസൂണിലെ ക്ലാസിക് വിന്നേഴ്സ് ആരൊക്കെയാണ് എന്നാണ്. നമ്മൾ ആദ്യം മൺസൂൺ ഇല്ലാത്ത അവസ്ഥ പറഞ്ഞു, മൺസൂൺ കുറവുള്ള അവസ്ഥ പറഞ്ഞു. ഇനി നമുക്ക് നല്ല മൺസൂണിലെ ക്ലാസിക് വിന്നേഴ്സ് ആരൊക്കെയാണ് എന്ന് നോക്കാം. മൺസൂൺ പ്രതീക്ഷിച്ചാലും ബെറ്റർ ആണെങ്കിൽ ഈ ഒരു സെക്ടേഴ്സ് സ്ട്രോങ് ആയിട്ട് റാലി ചെയ്യാൻ
സാധ്യതയുണ്ട്. അപ്പൊ ഇവയെ വാച്ച് ലിസ്റ്റിൽ നമ്മൾ വെക്കേണ്ട ഏരിയകൾ ഏതൊക്കെയാണെന്ന് നോക്കിയാൽ, ഒന്നാമത് അഗ്രി ഇൻപുട്സ്. ഒരു നല്ല മൺസൂണിന്റെ ഡയറക്റ്റ് ബെനിഫിറ്റ് എടുക്കാനുള്ള ഏറ്റവും നല്ല വഴിയാണ്. കർഷകർ ഒപ്റ്റിമിസ്റ്റിക് ആകുമ്പോൾ അവരുടെ കൃഷിയിൽ കൂടുതൽ ഇൻവെസ്റ്റ് ചെയ്യും. കൂടുതൽ ഫെർട്ടിലൈസേഴ്സ്, ക്വാളിറ്റിയുള്ള സീഡ്സ്, പെസ്റ്റിസൈഡ്സ് ഇവയൊക്കെ വാങ്ങും. കോറമാണ്ടൽ ഇന്റർനാഷണൽ, UPL, കാവേരി സീഡ്സ് പോലെയുള്ള കമ്പനികൾക്കാണ് ആദ്യം ബെനിഫിറ്റ് കിട്ടുക. രണ്ടാമത്തേത് ഓട്ടോ സെക്ടറാണ്. പ്രത്യേകിച്ചും ട്രാക്ടേഴ്സ്, ടൂ വീലേഴ്സ് ഇവയൊക്കെ നല്ല വിളവെടുപ്പിന് ശേഷം പണം കയ്യിൽ വരുമ്പോൾ കർഷകർ ആദ്യം നടത്തുന്ന വലിയ പർച്ചേസുകളിൽ ഒന്ന് ട്രാക്ടറോ അല്ലെങ്കിൽ മോട്ടോർ സൈക്കിളോ ഒക്കെ ആയിരിക്കും. തീർച്ചയായിട്ടും റൂറൽ പ്രോസ്പെരിറ്റിയുടെ ഒരു ഡയറക്റ്റ് ഇൻഡിക്കേറ്റർ ആണ് ഈ ഒരു ബൈ. ട്രാക്ടറുകളുടെ ലീഡറായിട്ടുള്ള മഹീന്ദ്ര ആൻഡ് മഹീന്ദ്ര, റൂറൽ ഇന്ത്യയിൽ നല്ല റീച്ചുള്ള ഹീറോ മോട്ടോർ കോർപ്പ് പോലെയുള്ള കമ്പനികളുടെ സെയിൽസ് ചാർട്ടുകൾ മുകളിലേക്ക് പോകാനുള്ള സാധ്യത. മൂന്നാമത്തേത് FMCG സെക്ടർ. പക്ക റൂറൽ കൺസപ്ഷൻ സ്റ്റോറിയാണ്. റൂറൽ ഇൻകം കൂടുമ്പോൾ ഡെയിലി യൂസേഴ്സ് പ്രോഡക്റ്റുമായിട്ട് കൂടുതൽ പണം സ്പെൻഡ് ചെയ്യും. സോപ്പ്, ഷാംപൂ, പാക്ഡ് ഫുഡ്, ഇങ്ങനെ സ്ട്രോങ് ആയിട്ടുള്ള റൂറൽ ഡിസ്ട്രിബ്യൂഷൻ നെറ്റ്വർക്കുള്ള ഹിന്ദുസ്ഥാൻ യൂണിലിവർ, ഡാബർ, മാരിക്കോ പോലെയുള്ള കമ്പനികൾക്ക് വലിയൊരു ബെനിഫിറ്റ്. അപ്പൊ ഇനി നമുക്ക് അടുത്ത ഒരു കാറ്റഗറിയിലേക്ക് കടക്കാം. ഈ ഒരു മൺസൂൺ സീസണിലേക്കുള്ള മികച്ച സ്റ്റോക്കുകൾ എങ്ങനെ തിരഞ്ഞെടുക്കാം എന്ന് നമുക്ക് നോക്കാം. സീസണിൽ വളരെ യുണീക്ക് ആയിട്ടുള്ള ഒരു പൊസിഷനിൽ നിൽക്കുന്ന 3 കമ്പനികളെ ഐഡന്റിഫൈ ചെയ്തിട്ടുണ്ട്. ഓർക്കുക, നിങ്ങൾ സ്വന്തമായിട്ട് റിസർച്ച് ചെയ്യുക. ഇതൊക്കെ തീർച്ചയായിട്ടും സ്റ്റഡി പർപ്പസിന് വേണ്ടി ഞാൻ കണ്ടെത്തിയ 3 കമ്പനികളാണ്. ഒന്നാമത്തേത് മഹീന്ദ്ര ആൻഡ് മഹീന്ദ്ര. മൺസൂൺ വന്നാൽ അവരുടെ മെയിൻ ട്രാക്ടർ ബിസിനസ് നല്ല രീതിയിൽ ഗ്രോ ചെയ്യും. അവരുടെ ബ്രാൻഡ് കൃഷിയിടങ്ങളിൽ എല്ലാവർക്കും അറിയാവുന്ന പേരാണ്. റൂറൽ ഇൻകം കൂടുമ്പോൾ M&Mന്റെ സെയിൽസ് കൂടും. ഇതിലെ ഒരു സ്മാർട്ട് പാർട്ട്, മൺസൂൺ വീക്ക് ആയാലോ അല്ലെങ്കിൽ M&M ഒരു ട്രാക്ടർ കമ്പനി മാത്രമല്ല, അർബൻ, സെമി അർബൻ ഡിമാൻഡിനെ ബേസ് ചെയ്തിട്ടുള്ള SUV മാർക്കറ്റിൽ നല്ല സ്ട്രോങ് സെല്ലിംഗ് ഉള്ള കമ്പനിയാണ്. അപ്പോൾ മോശം മൺസൂൺ വന്നാലും എക്യുപ്മെന്റ് സെക്ടറിനെ സ്ലോ ആക്കിയാലും ഓട്ടോ ഡിവിഷൻ ആ ഒരു ഇമ്പാക്ട് കുറയ്ക്കാൻ ഹെൽപ്പ് ചെയ്യുകയും വലിയ ഒരു ഫോളിൽ നിന്ന് M&Mനെ രക്ഷപ്പെടുത്തുകയും ചെയ്യും. തീർച്ചയായിട്ടും നമ്മളൊരു കവർ എടുക്കുകയാണ്, ഒരു പ്രൊട്ടക്ഷൻ കൂടി ഇവിടെ നമ്മൾ എടുക്കുന്നുണ്ട്. തീർച്ചയായിട്ടും ഒരു നല്ല സ്റ്റോക്ക് പിക്ക് ആയിട്ട് ഇതിനെ കാണാൻ കഴിയും. M&Mന്റെ ഒരു ഫണ്ടമെന്റൽ ഡീറ്റെയിൽസ് ഇവിടെ ഉണ്ട്. അതുപോലെ തന്നെ ഒരു ടെക്നിക്കൽ ചാർട്ടുകൾ കൂടി ഇവിടെ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് ഡീറ്റെയിൽ ആയിട്ട് പരിശോധിച്ചു പോകാം. ഇനി രണ്ടാമത്തെ സ്റ്റോക്ക് കോറമാണ്ടൽ ഇന്റർനാഷണൽ ആണ്. പൂർണ്ണമായിട്ടും അഗ്രി തീമിൽ ഫോക്കസ് ചെയ്യുന്ന ഒരു സ്റ്റോക്കാണ്. ക്ലാസിക് ഗുഡ് മൺസൂൺ സ്റ്റോക്ക് ആയിട്ട് അതിനെ മാറ്റുന്നു. ഇന്ത്യയിലെ ഫെർട്ടിലൈസേഴ്സിന്റെയും മറ്റ് അഗ്രി സൊല്യൂഷൻസിന്റെയും ഒരു ലീഡിംഗ് പ്രൊഡ്യൂസർ ആണ്. കോറമാണ്ടൽസിന്റെ പ്രോഡക്ട്സിനുള്ള ഡിമാൻഡ് വരുന്നത് തീർച്ചയായിട്ടും കർഷകരുടെ ആ ഒരു യൂസിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും. റിയൽ സ്ട്രെങ്ത് അവരുടെ ഡിസ്ട്രിബ്യൂഷൻ നെറ്റ്വർക്ക് ആണ്. ഏകദേശം 1000-ലധികം റീറ്റെയിൽ ഔട്ട്ലെറ്റുകളുടെ ഒരു വലിയ നെറ്റ്വർക്ക് കമ്പനിക്കുണ്ട്. ഗ്രോ മോർ സ്റ്റോറുകൾ എന്ന പേരിൽ അറിയപ്പെടുന്ന ഈ ഒരു സ്റ്റോറുകൾ തീർച്ചയായിട്ടും 3 മില്യണിൽ കൂടുതൽ കർഷകരുമായിട്ടുള്ള ഡയറക്ട് കണക്ഷൻ ഉണ്ടാക്കിയെടുക്കുന്നു. ഒരു വീക്ക് മൺസൂൺ ഈ ഒരു സ്റ്റോക്കിന് ഒരു റിസ്ക് ആണെങ്കിലും നിങ്ങളുടെ വാച്ച് ലിസ്റ്റിൽ വേണ്ട ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള മൺസൂൺ സ്റ്റോക്കാണിത്. വെതർ പാറ്റേൺസ് മാറുകയും ഫോർകാസ്റ്റ് മുകളിലേക്ക് റിവൈസ് ചെയ്യുകയും ചെയ്താൽ കൊറമാണ്ടൽ പോലെയുള്ള സ്റ്റോക്കുകൾക്ക് പെട്ടെന്ന് റാലി ചെയ്യാനും കഴിയും. കൊറമാണ്ടലിന്റെ ഒരു ഫണ്ടമെന്റൽ ഡീറ്റെയിൽസ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഒരു ടെക്നിക്കൽ സ്ട്രക്ചർ കൂടിയുണ്ട്. ടെക്നിക്കൽ ഗ്രാഫ്, സപ്പോർട്ട്, റെസിസ്റ്റൻസ്, മൂവിംഗ് ആവറേജസ് ഒക്കെ ഇവിടെയുണ്ട്. ഇനി മൂന്നാമത്തെ സ്റ്റോക്ക്, എന്റെ മൂന്നാമത്തെയും അവസാനത്തെയും സ്റ്റോക്ക് പിക്കാണ് ഡാബർ. ഡാബർ കൺസംഷൻ സ്റ്റോറി മനസ്സിലാക്കുന്നതിൽ എക്സ്പെർട്ട് ആണ്. അവരുടെ റവന്യൂവിന്റെ വലിയ ഭാഗം റൂറൽ മാർക്കറ്റിൽ നിന്നാണ് വരുന്നത്. നല്ല മൺസൂണിൽ റൂറൽ ഇൻകം കൂടുമ്പോൾ അതിന്റെ പെർഫെക്റ്റ് ബെനിഫിഷ്യറി ആയിട്ട് ഡാബർ മാറുകയാണ്. കർഷകർ കൂടുതൽ സമ്പാദിക്കുമ്പോൾ അവർ ഡാബർ പ്രോഡക്റ്റുകൾ കൂടുതൽ ഉപയോഗിക്കുകയും ആ ഒരു ബെനിഫിറ്റ് കമ്പനിക്ക് ലഭിക്കുകയും ചെയ്യും. ഒരു അൺസർട്ടൻ മൺസൂൺ വർഷത്തിൽ ഡാബറിനെ സ്പെഷ്യൽ ആക്കുന്നത് അവരുടെ പ്രൊഡക്റ്റ് മിക്സ് ആണ്. എല്ലാ പ്രൊഡക്റ്റും ലക്ഷറി ഐറ്റംസ് അല്ല, ഡെയിലി നീഡ്സ് അല്ലെങ്കിൽ ഹെൽത്ത് കെയർ ഐറ്റംസ് ആയിട്ടാണ് ആളുകൾ അതിനെ പലതും ഉപയോഗിക്കുന്നത്. ഹാജ്മോല, പുതിൻഹാര, ഡാബർ ഹണി പോലെയുള്ള ബ്രാൻഡുകളെ പറ്റിയൊക്കെ നോക്കുകയാണെങ്കിൽ നമുക്കിത് കൃത്യമായിട്ട് മനസ്സിലാക്കുകയും ചെയ്യും. ഇവയുടെ ഡിമാൻഡ് സാധാരണയായിട്ട് സ്റ്റേബിൾ ആയിരിക്കും. അതിനു പുറമെ കമ്പനി കൂടുതൽ ഗ്രാമങ്ങളിലേക്ക് അവരുടെ റൂറൽ റീച്ച് കൂട്ടിക്കൊണ്ടിരിക്കുകയാണ്. ഈ ഒരു ഡീപ് പെനട്രേഷൻ മൊത്തത്തിലുള്ള ഒരു സെന്റിമെന്റ് കുറച്ച് മോശമാണെങ്കിലും ഡിമാൻഡ് എഫക്റ്റീവ് ആയിട്ട് ക്യാപ്ചർ ചെയ്യാൻ അവരെ സഹായിക്കുകയും ചെയ്യും. അപ്പോൾ ഒരു വർഷത്തെ സിറ്റുവേഷനിൽ നല്ലൊരു ഡിഫൻസീവ് ക്വാളിറ്റി നമുക്ക് ഈ ഒരു കമ്പനിയിൽ നിന്ന് ലഭിക്കുന്നുണ്ട്. അവിടെ ഒരു ഫണ്ടമെന്റൽ ഡീറ്റെയിൽസ് ഇവിടെ ഞാൻ ഡിസ്പ്ലേ ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ ഒരു ടെക്നിക്കൽ അനാലിസിസ് കൂടി ഇവിടെ ഉണ്ട്. ഒരു സപ്പോർട്ട്, റെസിസ്റ്റൻസ്, അതുപോലെ തന്നെ മൂവിംഗ് ആവറേജസ് ഒക്കെ നിങ്ങൾക്ക് കാണാൻ കഴിയും. ഈ ഒരു ഡീപ്പ് അനാലിസിസ് വളരെ ഹെൽപ്ഫുൾ ആയി എന്ന് തന്നെ ഞാൻ കരുതുകയാണ്. ആ ഒരു ലൈക്ക് ബട്ടൺ ഒന്ന് പ്രസ് ചെയ്യാൻ മറക്കല്ലേ. ഇതുപോലെയുള്ള ഡീറ്റെയിൽഡ് കണ്ടന്റ് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ യൂട്യൂബിന് ഒരു സിഗ്നൽ കൊടുക്കും പോലെ തന്നെയാണ്. ഇനിയും കൂടുതൽ വീഡിയോസ് കാണാൻ ആ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. അപ്പൊ ഇനി നമുക്കൊരു കൺക്ലൂഷനിലേക്ക് കടക്കാം. മൺസൂണിൽ നിന്ന് പണം സമ്പാദിക്കാനുള്ള സ്ട്രാറ്റജി നമുക്കൊന്ന് റീക്യാപ്പ് ചെയ്തു പോകാം. ഒന്നാമതായിട്ട് ഈ എക്കണോമിക് ചെയിൻ റിയാക്ഷൻ മനസ്സിലാക്കുക. ഇന്ത്യയുടെ റൂറൽ എക്കണോമിയുടെ എഞ്ചിനാണ് മൺസൂൺ. അതിന്റെ പെർഫോമൻസിന് കമ്പനിയുടെ പ്രോഫിറ്റിൽ ഡയറക്റ്റ് ഇമ്പാക്ട് ഉണ്ട്. രണ്ടാമതായിട്ട് ഫോർകാസ്റ്റിന്റെ രണ്ട് സൈഡിലും പ്ലേ ചെയ്യുക എന്നുള്ളതാണ്. ക്ലാസിക് വിന്നേഴ്സിൽ മാത്രം വെച്ചുവെക്കരുത്. ഒരു വീക്ക് മൺസൂണിൽ പോലും നന്നായിട്ട് പെർഫോം ചെയ്യാൻ കഴിയുന്ന പവർ, ഇറിഗേഷൻ കമ്പനികൾ പോലെയുള്ള സെക്ടേഴ്സിനെയും ഒരു റെസിലിയൻ പോർട്ട്ഫോളിയോയുടെ ഭാഗമാക്കിയിട്ട് നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യേണ്ടതുണ്ട്. മൂന്നാമതായിട്ട് ഒരു ടോപ്പ് സ്റ്റോക്ക് പിക്കുകൾ നിങ്ങളുടെ വാച്ച് ലിസ്റ്റ് കൊണ്ടുവെക്കുക. ഡൈവേഴ്സിഫൈഡ് സ്ട്രെങ്തിന് വേണ്ടി മഹീന്ദ്ര ആൻഡ് മഹീന്ദ്ര, മൺസൂൺ പ്ലേ ആയിട്ട് കോറമാണ്ടൽ ഇന്റർനാഷണൽ, പിന്നെ സ്റ്റേബിൾ റൂറൽ കൺസംഷൻ സ്റ്റോറിക്ക് വേണ്ടിയിട്ട് ഡാബർ. ഓർക്കുക, സ്മാർട്ട് ഇൻവെസ്റ്റിംഗ് എന്നത് ന്യൂസിനോട് റിയാക്ട് ചെയ്യുന്നതല്ല, അതിന് റെഡി ആയിരിക്കുക എന്നുള്ളതാണ്. വ്യത്യസ്ത ഔട്ട്കമ്മുകൾക്ക് വേണ്ടി നിങ്ങളുടെ പോർട്ട്ഫോളിയോയെ
അഡ്ജസ്റ്റ് ചെയ്യുന്നതിലൂടെ നിങ്ങൾ പ്രിപ്പയർ ചെയ്യുകയാണ്. ഗസ് ചെയ്യുകയല്ല, മഴ ഏത് ദിശയിൽ വന്നാലും നിങ്ങളുടെ പോർട്ട്ഫോളിയോ ഗ്രീൻ ആയിരിക്കാൻ നമ്മൾ റെഡിയാക്കുക എന്നുള്ളതാണ്. അപ്പോൾ ഈ അനാലിസിസ് നിങ്ങൾക്ക് യൂസ്ഫുൾ ആയി എന്ന് ഞാൻ കരുതുന്നു. ഈ വർഷം നിങ്ങൾ വാച്ച് ചെയ്യുന്ന മൺസൂൺ സ്റ്റോക്ക് ഏതാണ് എന്നൊന്ന് കമന്റ് ചെയ്തേക്കുക. അപ്പൊ നമുക്ക് കൂടുതൽ പുതിയ അനാലിസിസുകളുമായിട്ട് കൂടുതൽ പുതിയ വീഡിയോകളുമായിട്ടും നിങ്ങൾക്ക് മുന്നിലേക്ക് വീണ്ടും വരാം. അതുവരേക്കും ഹാപ്പി ഇൻവെസ്റ്റിംഗ്. സ്റ്റോക്ക് മാർക്കറ്റിലെ ന്യൂസുകളെയും അതുപോലെ തന്നെ അപ്ഡേറ്റുകളെയും ഉൾക്കൊള്ളിച്ചുകൊണ്ടുള്ള ഒരു ഫേസ്ബുക്ക് ഗ്രൂപ്പ് നമുക്കുണ്ട്. ആ ഒരു ഗ്രൂപ്പിന്റെ ലിങ്ക് ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്. താല്പര്യമുള്ളവർക്ക് ആ ലിങ്കിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാം. ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള ന്യൂസുകൾ നമ്മൾ അതിൽ അപ്ഡേറ്റ് ചെയ്യുന്നുണ്ട്. വളരെ ഇൻഫോർമേറ്റീവ് ആയിരിക്കും. അപ്പൊ ഇത്രയുമാണ് ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. പുതിയ ന്യൂസുകളുമായിട്ട് നാളെ വീണ്ടും വരാം. ബൈ.